പ്രസംഗമുണ്ട്, അതും കൂടി ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാം. മൂപ്പര് പറഞ്ഞ നമ്മൾ കുറേ കുട്ടികളെ പഠിപ്പിച്ച് സനതൊക്കെ കൊടുത്ത് ഓലെങ്ങനെ വ്യത്യസ്ത പേര് സമൂഹത്തിലേക്ക് ഇറക്കുക. പക്ഷെ വയന്ന് പറയാൻ ഓലെ കിട്ടുന്നില്ല, ഖതീബാകാൻ കിട്ടുന്നില്ല, ഔലിയാകാൻ ഇഷ്ടം പോലെ ആളെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഔലിയാകാൻ എല്ലാവർക്കും പൂതി. അവിടെ ഈ ഔലിയക്കൂടാൻ തച്ച് പൊടിക്കണം എന്നാ മൂപ്പരവാദം. കേട്ടോളൂ നിങ്ങൾ. ഓരോ മഹലിലേക്ക് ചെല്ലണം. മഹലിലൊക്കെ ഔലിയനെ ആവശ്യം. ഓരോ മഹലിക്കും ഓരോ ഔല്യമാണ്. ആണോ? ആ മഹലിൽ ഇമാമത്തിക്കാൻ ആൾ വേണം, അല്ലെങ്കിൽ ആ മഹലിൽ ഖുതുബ നിർവഹിക്കാൻ ആൾ വേണം, അല്ലെങ്കിൽ ആ മഹലിൽ ദർസ് നടത്തുമ്പോൾ ആ ദർസ് നടത്താൻ ആൾ വേണം. ഇങ്ങനെ 100,000 ആവശ്യങ്ങൾ നമ്മളെ കൊണ്ടുണ്ട്. ഈ ആവശ്യങ്ങൾക്കൊന്നും ഈ കുതിരനെ പറ്റൂല. അതിനൊന്നും പറ്റൂല. എന്തിനാ വെച്ചാൽ ഔലിയാകുമ്പോൾ ആ ഔലിയൻ്റെ ഏജൻറ്റാ. അവിടെ ഒരു ഏജൻസി വന്നിട്ട് കോട്ടക്കര ഐരിഷാലൊക്കെ ഒരുപാട് വലുതാ ഏജൻസികൾ. എന്നാൽ അതിൽ ഔലിയൻ്റെ ഏജൻസി അത് തന്നെ ആരെങ്കിലും അല്ല. മടവൂർ ഒഫാത്തായിട്ട് കാലങ്ങളായി. ഇപ്പം ഏജൻസി ആയിട്ട് ഇറങ്ങിക്കോ. അതെന്താ? മടമൂർത്തങ്ങളെ എല്ലാ സംഗതികളും കിട്ടണം. അങ്ങനെ ഓരോ പേര് വെച്ചിട്ട് ആ പേര് കൂടെ പിന്നെ അറിയപ്പെടാം. എത്ര ഇങ്ങനെ ഇതൊക്കെ ഇറങ്ങി തച്ച് പൊളിച്ചോണ്ട് പോകും. ഈ ഔലിയ കൂടാരം നമുക്ക് ആവശ്യമുള്ള എത്ര ഉണ്ട് കണ്ടോ? ഈ ഔലിയക്കൂടാരം തച്ച് പൊളിക്കുന്ന ആ തച്ച് പൊളിക്കല ഇത് ആ പരിപാടിയായത്. ഇങ്ങനത്തെ 4 പരിപാടി നടന്നാൽ ഇതൊക്കെ പൊളിയും. ഓര് തച്ചാ പൊളിയില്ല, ഒരു കൈ പൊന്തൂല തല്ലാൻ. അപ്പോഴേക്ക് ബേജാറാ കുരുത്തക്കേട് ഇട്ടു വന്നേ. അവിടെ കുരുത്തക്കേടേ ഉള്ളൂ, കുരുത്തല്ല. അപ്പൊ കുരുത്തക്കേടുള്ളടുത്ത് കുരുത്തക്കേടേ കിട്ടുള്ളൂ. ഇവിടെ കുരുത്തുണ്ട്, ഇവിടെ നമുക്ക് ആ ബേജാറില്ല. അവിടെ സഹോദരങ്ങളെ, ഈ വക പണിയൊക്കെ അവസാനിപ്പിച്ച് സമൂഹത്തിന് ഖുർആനും ഹദീസും പറഞ്ഞെടുത്ത് അള്ളാഹിനെ കുറിച്ച് ഉത്ബോധിപ്പിക്ക്. സമൂഹം മാറ്റം വരും.